താങ്ക് യു. അപ്പോൾ നമ്മുടെ ചായ സെറ്റായിട്ടുണ്ട്. ചീവീടിൻ്റെ ശബ്ദമൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് ചായ കുടിക്കാം. ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ കളിക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കും. ഇരിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ഇവിടെ ഇഷ്ടം തന്നെയല്ലേ? ചുറ്റും നിശബ്ദത, ഇടയ്ക്ക് ആ ചീവീടിൻ്റെ ശബ്ദം മാത്രം. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ രാത്രി ചായ കുടിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായ സ്ഥലം. ഹായ്, ഞാനിപ്പോൾ നമ്മുടെ കൊല്ലത്തിൻ്റെ ഏറ്റവും നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്ത് നിൽക്കുവാണ്. സമയം രാത്രി 7:30ആയി. 7:30ക്ക് ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് പോളച്ചിറയാണ്. പോളച്ചിറയുടെ ഈ ഒരു ഈവനിങ്ങിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം രാത്രി ഈ ചീവീടിൻ്റെ കരച്ചിലുണ്ട്. നമ്മൾ പണ്ടൊക്കെ നാട്ടിൻപുറത്തും വീട്ടിലൊക്കെ കേട്ടിരുന്ന ആ ഒരു ചീവീടിൻ്റെ കരച്ചിലൊക്കെ കേട്ട് ഒരു പ്രത്യേക രസമായിരുന്നു. അവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. വേണമെങ്കിൽ ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാം പോളച്ചിറയിൽ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ചായക്കടയുടെ ഫ്രണ്ടിലെത്തി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അമ്മയുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ദോശയുണ്ട്, മുട്ട ഓംപ്ലേറ്റ് ഉണ്ട്, പിന്നെ കടിയുണ്ട്, പരിപ്പ് സാധനങ്ങൾ, പിന്നെ ചായ. മറ്റേ ഐറ്റം കാപ്പിയൊക്കെ ഇത്തിരി സ്ലോ ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇപ്പം ഇവിടെ ആളിന് തിരക്ക് ഇച്ചിരി കുറവാണ്. ഈ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തതുകൊണ്ട് അപ്പം തിരക്ക് കൂടുമ്പോഴത്തേക്ക് ഇനിയിപ്പം ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ആള് വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ പിടുത്തക്കാർ മീൻ മേടിക്കാനും പല വീശുകാരൊക്കെ ഉള്ളതിൻ്റെ അന്ന് നല്ല ചിലവാണ്. അപ്പം ഇവിടെ ഉള്ളവരല്ല, അങ്ങ് കഴക്കൂട്ടത്തുള്ളവർ, വർക്കല, ഇടവ, കാപ്പിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വരുത്തരാണ് കൂടുതലും വരുന്നത്. നമ്മുടെ പോളച്ചിറ അപ്പം ഒരുപാട് സ്ഥലത്ത് പേര് കേട്ട ഒരു വലിയൊരു സ്ഥലമായിട്ട് മാറിയില്ലേ പോളച്ചിറ? മാറി. അപ്പം അവിടെ സ്കൂള് ഒക്കെ ഉള്ളതുകൊണ്ട് സ്കൂൾ തുറന്ന് ആ സമയത്ത് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല കച്ചവടമുണ്ട്. പിന്നെ എനിക്ക് ആ സമയത്ത് ഇവിടെ എത്താൻ കഴിയത്തില്ല. കാരണം പശുക്കളൊക്കെ ഉണ്ട്, അതിനെ കറക്കണം, പാലൊക്കെ സൊസൈറ്റിയിൽ കൊടുത്തു വിടണം. പശു കൃഷിയുണ്ട്. അപ്പം അതിന് പാലൊക്കെ കൊടുത്തു വിടണം. അതിന് ശേഷം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. വന്നതിന് ശേഷം ഒരു 8:30 9 മണിയാവുന്നവരെ കാണും. അപ്പം എനിക്കിപ്പം ചൂടോടുകൂടി ഒരു ചായ. അപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടില്ലേ, കടയിൽ ചായ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ ലൈറ്റ് ഇങ്ങനെ അടിക്കുവാണ് കേട്ടോ. അങ്ങനെ സെൽഫി വീഡിയോ, ഇരുട്ടായതുകൊണ്ട് വെട്ടമൊന്നുമില്ല. ഇങ്ങനെ ലൈറ്റ് കണ്ടില്ലേ, ഈ ലൈറ്റ് അടിച്ചാണ് വെട്ടം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട്. ചൂടോടുകൂടി ഒരു ചായ ഈ ഒരു പോളച്ചിറയുടെ വക്കിലിരുന്ന് കഴിയുക. അടിപൊളി വൈബായിരിക്കും. മുകളിൽ ചന്ദ്രനൊക്കെ ഉണ്ട് കേട്ടോ. ചന്ദ്രനെയൊക്കെ നോക്കിയിരുന്ന് ചായ കുടിക്കുന്ന ഒരു വൈബ് പോളച്ചിറ. ചുറ്റും സൈലൻസ്, ഇടയ്ക്ക് ആ ചീവീടിൻ്റെ ശബ്ദം മാത്രം നമുക്ക് കേൾക്കാം. ഈ സൈഡിലാണ് നമ്മുടെ ചായക്കട വരുന്നത്. ചേച്ചി അവിടെ ചായ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം ഇവിടുത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ഫുള്ളൊരു സൈലൻസ്, നമുക്ക് മനസ്സൊക്കെ കാമായിട്ടിരിക്കും. അതെ, ഇവരും ചായ കുടിക്കാനായിട്ട് ഇവിടെ വന്നവരാണ്. 2 പേരും അവിടെ നിൽപ്പുണ്ട്. അപ്പം അവരോടത്ത് ഞാൻ സംസാരിച്ചു. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്ലേസ്. അപ്പം എനിക്ക് ഈ ഒരു നൈറ്റ് വൈബ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ചായ സെറ്റായിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി ഇരുന്ന് കുടിക്കാം. ഈ ഒരു ചീവീടിൻ്റെ ശബ്ദമൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് ചായ കുടിക്കാം. കമോൺ ഗൈസ്. നല്ല ആവി പറക്കുന്ന ചായ പോളച്ചിറയിൽ ഇങ്ങനെ ചീവീടിൻ്റെ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ നല്ല രസമായിരിക്കും. അടിപൊളി. ഈ ഒരു സന്ധ്യാസമയത്ത് കണ്ടില്ലേ, പോളച്ചിറയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ചീവീടിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നോയിസ് ക്യാൻസലേഷൻ ഞാൻ ഓണാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറേ നോയ്സൊക്കെ കട്ടായിട്ടായിരിക്കും വരുന്നത്. എങ്കിലും കുറച്ചെങ്കിലും കേൾക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേക രസം, നല്ല സൈലൻസിൽ ഇങ്ങനെ നിന്ന് ഇവിടെ ചായയൊക്കെ കുടിച്ച് നമ്മുടെ പോളച്ചിറയിൽ. എൻ്റെ പുറകിൽ ചന്ദ്രൻ കണ്ടില്ലേ, അടിപൊളി ഫ്രൈ. ബേക്കിൽ ചന്ദ്രൻ, സൂപ്പർ കേട്ടോ. അടിപൊളി കേട്ടോ. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുക, ചായ കുടിക്കുക. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാലും നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞ് സൈലൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൈലൻസാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ പകൽ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാൻ വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യമൊന്നും ദേശാടന പക്ഷിയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരുപാട് ദേശാടന പക്ഷിയുടെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സ് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു പോളച്ചിറ എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ഈ പോളച്ചിറ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഇത് എവിടെയാണ് ഈ സ്ഥലം? നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ അടുത്തായിട്ടാണ് പോളച്ചിറ
എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ ഒരു സ്ഥലം. നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഞാനിപ്പം വന്നിരിക്കുന്നത് രാത്രി ആയതുകൊണ്ട് ഒരുപാട് ഈ പച്ചപ്പ് ഇതൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല. പകൽ വന്നിരുന്നേ ഇത് പറ്റിയേനെ. ഞാൻ എത്തിയപ്പോൾ ലേറ്റായി പോയി. ഞാൻ ഈ ഒരു രാത്രിയിലത്തെ വൈബ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് വന്നതാണ്. പകലത്തെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. മക്കളെ എങ്ങനെയുണ്ട് പോളച്ചിറ? കുഴപ്പമില്ല, ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ കളിക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കും. സൗന്ദര്യമൊക്കെ അങ്ങനെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കും. ഇവിടെ എന്തോ ഫുട്ബോൾ കളിയാ? ആ, ഇവിടെ ക്ലബ്ബിൽ കളിച്ചിട്ട് സ്ഥിരം വരാറുണ്ടോ ഇങ്ങോട്ട്? ആ, ഇരിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ആ, ഇവിടെ ഇഷ്ടം തന്നെയല്ലേ? ഇവിടെ എല്ലാം ഒരുപാട് പേരുണ്ട്. ഇപ്പം ചായ കുടിക്കാൻ ഇരിക്കുകയായിരിക്കും. ഇങ്ങനെ ഇവരും ചായ കുടിക്കാൻ വന്നതാണ്. ഓക്കെ, എങ്കിൽ നടക്കട്ടെ. ചേട്ടാ കണ്ടല്ലേ, ഇതാണ് വഴി. ഈ ഒരു പോളച്ചിറയുടെ ഏറ്റവും വലിയൊരു പോരായ്മ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴിത്തറുകൾ നിറഞ്ഞ വഴികളാണ്. നമ്മൾ ഇവിടെ നിന്ന് പരവൂര് അമ്മാരത്ത് മുക്ക് വഴി അല്ലെങ്കിൽ ചിറക്കര താഴം വഴിയൊക്കെ വരികയാണെങ്കിലും റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ ആ ഒരു റോഡൊക്കെ റെഡി ആയാൽ ഇവിടെ വരാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ടൂറിസമൊക്കെ ഒരുപാട് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പോളച്ചിറ. കണ്ടില്ലേ, ഈ ഒരു രാത്രി കാഴ്ചയാണ്. ഞാൻ വന്നപ്പം കുറേ പേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സ്ഥിരം വന്നിരിക്കുന്നവരാണ് കേട്ടോ. ഈ ഒരു ഈവനിങ്ങിൽ ഇതിൻ്റെ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഇതിൻ്റെ വൈബ് അടിച്ചിരിക്കുന്ന ടീംസാണ്. അടിപൊളിയായിരുന്നു. ഇതാണ് ഇവിടെ എത്തിപ്പെടാനുള്ള റോഡ്. കണ്ടില്ലേ, രണ്ട് സൈഡിലും ചിറയാണ്. പിള്ളേർ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിരിക്കുവാണ്. അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം ഇതെന്തുമാത്രം ഭംഗിയുള്ള നല്ലൊരു സ്ഥലമാണ്. നല്ല ചായ ആയിരുന്നു കേട്ടോ. എത്രയാണ് ചായയൊക്കെ ഇവിടെ? ചായക്ക് ഇന്നലെ വരെ 12 ഇപ്പൊ 10 പിന്നെ 2 രൂപ കുറച്ച്. എല്ലാരും കൂട്ടിയപ്പം ചേച്ചി കുറച്ച്. അല്ല, കുറയ്ക്കാന് കാരണങ്ങളുണ്ട്. വാടക കൊടുക്കണ്ട, പിന്നെ കറണ്ട് ചാർജ് കൊടുക്കണ്ട. 2 രൂപ കുറച്ച്. അതാരും ചെയ്യുന്ന കാര്യമല്ല. അതായാലും ഇതൊക്കെ ചേച്ചി പിന്നെയും ചായ ഇടി തുടർന്നുകൊണ്ടിരുന്നു. വീണ്ടും ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ട് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ആര് വന്നാലും ചേച്ചി കഥയൊക്കെ പറഞ്ഞാണ് ഇരുന്ന് ചായ കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ആ നാട്ടിലെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അവരെടുത്ത് നല്ല രീതിക്ക് മിങ്കിൾ ചെയ്താണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു രസം തോന്നി. അപ്പോൾ ഇവിടെ ഈ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് ഇതുപോലെ സംസാരിച്ചിരിക്കുന്നതൊക്കെ ഒരു പ്രത്യേക വൈബാണ്. ഈ ക്യാമറ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു നേട്ടം. വേറെ ശല്യമൊന്നുമില്ല. പിന്നെ വീഡിയോ ചേർത്ത് നമ്മൾ കേൾക്കത്തില്ല. കാര്യം നമ്മൾ ഇതിലെ വലിയ ഒരു വരുമാനം. അങ്ങനെ നമ്മൾ സമയം കളയുന്നതിന് ഒരു പ്രതിഫലം, വലിയ വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് കൊച്ചുമോൻ. നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ ഏതായാലും ഈ ഒരു ചായയും കുടിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ സുകേഷ് സുമാരൻ, സൈനിങ് ഓഫ്. ടാറ്റ.